ഹായ്, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഞങ്ങൾ ഇന്ന് കുടുംബശ്രീക്ക് കേട്ടോ. ദൈവമേ, ഒരു പട്ടി വരുന്നുണ്ട്. പേടിയൊന്നുമില്ല ഗൈസ്, എന്നാലും ചെറിയൊരു വരവ് കണ്ടിട്ട് പന്തികേടാണോ? ഇല്ല, അത് പേടിയുള്ള പട്ടിയാട്ടോ. ദൈവമേ, വെറുതെ പട്ടിയെ തിരിച്ച് കമ്പം കൊണ്ട് വന്നതാ. അഥവാ പട്ടി കടിക്കുവാണെങ്കിലോ ചെറിയ സ്വയരക്ഷ. അത് പാവം പിടിച്ച പട്ടിയായിരുന്നു. അയ്യോ, ഇപ്പൊ വീണേന്. അത് പാവം പിടിച്ച പട്ടിയായിരുന്നു. അത് അതിൻ്റെ പാട്ടിന് പോയി. അതിനെ നമ്മൾ പേടിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ചെരുപ്പ് എന്താ തട്ടുന്നേ? അപ്പോൾ ഇന്നെനിക്ക് ലൈവ് ചെയ്തപ്പോൾ ഒരു ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്നാണെന്നറിയാമോ, നമ്മൾ ഇതെല്ലാം വരും, ബാഡ് കമൻറ്റൊക്കെ വരുമെന്നുള്ള രീതിയിൽ തന്നെ വീഡിയോസ് ചെയ്യാനും ഇതിനിറങ്ങി തിരിച്ചത്. പിന്നെ ബാഡ് കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ലൈവിൽ അത് വായിച്ചിട്ട് അതേ രീതിയിൽ നിങ്ങളോട് തിരിച്ച് ബിഹേവ് ചെയ്യത്തില്ല. കാരണം നമ്മൾ തമ്മിലപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 10 പേരെങ്കിലും കാണുമല്ലോ. അപ്പോൾ എല്ലാം ഒരു ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെല്ലാം ഇരിക്കുന്നത് 10 പേര് കാണും. അമ്മേ, അടുത്ത പട്ടി വരുന്നുണ്ട്. എന്തുവാടാ പട്ടിയുടെ സംസ്ഥാന സമ്മേളനമോ? അപ്പോൾ ഈ ബാഡ് കമൻ്റ് ഇടുന്നവർ, ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട എന്നാണെന്നറിയാമോ, ബാഡ് കമൻ്റ് ഇടുന്നവർ നമ്മളത് വായിച്ചിട്ട് അവരോട് അതേ രീതിയിലുള്ള മറുപടി പറയും. അപ്പോൾ അവർക്കത് കേട്ടിരുന്ന് രസിക്കാം. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവരിടുന്നതിൽ പ്രയോജനമൊന്നുമില്ലെന്നും കണ്ട് അവർ തിരിച്ചു പൊക്കോളും. അല്ലെങ്കിൽ അവരിട്ടോട്ടെന്ന്, നമുക്കെന്തുവാ? നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയത്തില്ലേ. അപ്പോൾ ഈ ബാഡ് കമൻ്റ് ഇടുന്നവരോട് എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. നിങ്ങളിട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ രീതിയിൽ പ്രതികരിക്കത്തില്ല. അപ്പോൾ എനിക്ക് കുടുംബശ്രീ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പട്ടിയെയൊക്കെ കാണിച്ചു തരാം, ടിപ്പുവിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വാടകയ്ക്ക്. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, ഞങ്ങളുടെ അരുമയായ ടിപ്പു മോനുണ്ട്. അപ്പം അവരെയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാവേ. പിന്നെ അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്കവിടെ പോകാം കേട്ടോ. അപ്പോൾ അവിടെ കാണിച്ചു തരാം. എന്താ നല്ല രസമുണ്ട്. കടലാസ് ചെടി കയറി കിടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാമോ അമ്പഴങ്ങ? കണ്ടോ അമ്പഴങ്ങ തൂങ്ങിക്കിടക്കുന്ന? കണ്ടോ? ഇത് കണ്ടോ മണിത്തക്കാളി? ഇതാണെങ്കിൽ പണ്ട് ഇങ്ങനെ പറിച്ചിട്ട് അമ്മയും അച്ഛനെയും കൂട്ടുകാരെയൊക്കെ കൈ മുറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചോര വന്നെന്നും പറഞ്ഞ് പേടിപ്പിക്കുക. എന്താ അടിപൊളി ഒരു ചെടി, നിറയെ പൂക്കളുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ട് ഈ പൂവ്. അടിപൊളി രസമുണ്ട് ഇത് കാണാൻ. എൻ്റെ ചങ്ക് കൂട്ടുകാർ വേണ്ട കുണുങ്ങി 2 കുടവുമായിട്ട് വെള്ളത്തിന് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സ്മിത, ഇവളാണ് എൻ്റെ ചങ്കത്തി. അവള് വെള്ളം കോരും കേട്ടോ, പാവം. പാഷൻ ഫ്രൂട്ടിൻ്റെ ആണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്പുകളെ. അയ്യോ, ഈ സ്റ്റെപ്പൊക്കെ കാരണം ഞങ്ങളിവിടെ നിന്ന് മാറാൻ കാരണം കേട്ടോ. കുറേ കയറാനുണ്ട്.
ഒന്ന് കാണിച്ച് വേണ്ട അങ്ങ് മണ്ടയ്ക്ക് ഉണ്ടതുണ്ട്. ഈ കുളത്തിന് മേളിലിരിക്കുന്നതാണ് വീട്. അതാണ് കേട്ടോ വീട്. ഇതേണ്ട പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയ കുളമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ട്. പറ്റിക്കുമ്പം ഞങ്ങൾ മീനെ പിടിക്കും. എൻ്റെ പക്ഷേ ചാച്ചനെ ഒന്നും അച്ചുവിനെ വേണ്ട. അത് ഞങ്ങളുടെ അച്ചുവാ കേട്ടോ. സഹിച്ചോണ്ട ചേട്ടൻ്റെ മോനാണ് അത്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. അങ്ങ് വണ്ടയ്ക്ക് പോയി. ഒരു കാപോലും ഉണ്ടായിട്ടില്ല. 3 വർഷമായി എനിക്ക്. ഇവനാണ് ഞങ്ങളുടെ ടിപ്പുക്കുട്ടൻ കേട്ടോ. ഞങ്ങൾ പോയിട്ട് 1 വർഷമായി. എന്നിട്ടാണ് ഞങ്ങളെ കണ്ടതിൻ്റെ സന്തോഷം കണ്ടത്. ടിപ്പു ടിപ്പുവേ, ഇത് ഞങ്ങളുടെ കോഴിയും കോഴിക്കൂടും. ഡി ഇതാണ് ഞങ്ങളുടെ കോഴിക്കൂട്. ഇതിനെ ഉണ്ടല്ലോ, ഈ കോഴി ഉണ്ടല്ലോ, മോനാണെങ്കിൽ ഒരു പ്രാവശ്യം ഇപ്പം 1 വർഷം കഴിഞ്ഞു. ഈസ്റ്ററിന് പട്ടിയുടെ വായിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ് ഈ കോഴിയെ. ഇതൊക്കെ വേണ്ട ഇവിടുത്തെ ചാച്ചൻ്റെ കപ്പയാട്ടോ. കപ്പയും വാഴയൊക്കെ. ഇത് തെങ്ങ് അല്ല, തെങ്ങാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതേ കിടക്കുന്ന തേങ്ങയാണെന്നും അറിയാമല്ലോ അല്ലേ. ഇനി ആരോടും പറയേണ്ടത്. ഇത് ആദ്യമായിട്ട് കായ്ച്ചതാ കേട്ടോ. ഇത് ഇവിടുത്തെ പൂച്ച. അപ്പം ചാച്ചനും ഓമനമ്മയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം കാണിക്കാൻ പറ്റിയ അവസരത്തെ കാണിക്കുന്നില്ല. ഒരു ഹായ് പറഞ്ഞേര്. ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞേരെ. ഓമനമ്മയോടാ വർത്താനം പറയാന്. നാളെ അല്ല, വേറൊരു ദിവസം ഓമനമ്മ വരുമ്പം, ഇപ്പൊ ഓമനമ്മ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓമനമ്മയെ കാണിക്കുന്നില്ല. അപ്പൊ ഇനി ഒരു ദിവസം വരുമ്പോ ഓമനമ്മ സുന്ദരിയായിട്ടിരിക്കും. അന്നേരം കാണിക്കാവേ. അപ്പൊ ഞങ്ങൾ അപ്പൊ പോട്ടെ. ചാച്ചനെ വേണേ പിന്നെ കാണിക്കാം, കുഴപ്പമില്ല. ഷർട്ട് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ തുണി മാറിയതാ. ഇതാണ് ചാച്ചൻ ഉടപ്പെടാതിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പോവുകയാണ്. നമുക്ക് പോയേക്കാം. അതാ അടിപൊളി വ്യൂ. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഇവിടെ താമസിക്കുമ്പം ഇവിടെ വന്ന് ഞങ്ങൾ 2-3 കൂട്ടുകാരും കൂടി ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഈ പോസ്റ്റിൻ്റെ ചോട്ടി വർത്താനമൊക്കെ പറയാം കേട്ടോ. പാറക്കുളം ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാടിനേക്ക് ഇരുന്ന് വർത്താനം പറയുന്ന സ്ഥലം. ഇവിടൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ്, അതിലൊരാളാണിത്. എന്താണ് രശ്മിയെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം? പറഞ്ഞോളൂ. നല്ല അഭിപ്രായം. ഞാനിത് പറയിപ്പിച്ചല്ല കേട്ടോ. ഹായ്. മൽബറിക്ക നിറച്ച് എപ്പോഴും പറിച്ച് തിന്നുമായിരുന്നു. പക്ഷെ എല്ലാം പോയി, ഒടിഞ്ഞു പോയി.
പഴുത്തോ നോക്കി എടുക്കണ്ട. ഇപ്പൊ സമയം ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് തിരിച്ചിങ്ങനെ നടന്നു പോവുക. കാട്ടിളക്കി വരണക്കം തിളച്ചത് ശരിയാ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ മൂന്നുപേരും നടക്കുന്ന നല്ല രസമുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് കാണിച്ചത് ഇങ്ങോട്ടും കൊടുക്കണം. അപ്പൊ ഗായ്സ് നമുക്ക് വീട്ടിൽ എന്നിട്ട് കഴിക്കാനായിട്ട് പൊറോട്ട വാങ്ങിക്കാവേ. ചിക്കൻ ഫ്രൈക്ക് എത്ര? ചിക്കൻ ഫ്രൈക്ക് 150. അപ്പം നമ്മൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.